ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അവാർഡ്സ് ആണ്. അവാർഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് ദി ഫസ്റ്റ് നോബൽ പ്രൈസ് അവാർഡഡ്? 1901 ആണ്. അപ്പം ആദ്യമായി നോബൽ പ്രൈസ് നൽകി തുടങ്ങിയത് 1901 നോബൽ പ്രൈസ് ഈസ് അവാർഡഡ് ബൈ വിച്ച് കൺട്രി? ഏതാണ്? സ്വീഡനാണ്. ഏത് കൺട്രിയാണ്? സ്വീഡനാണ്. നോബൽ പ്രൈസ് ഈസ് ഗിവൺ ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ. ആൽഫ്രഡ് നോബലിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ത് നൽകി തുടങ്ങിയത്? നോബൽ പ്രൈസ് നൽകി തുടങ്ങിയത്. വിച്ച് കൺട്രി ഗെയിൻ മോസ്റ്റ് ഓഫ് ദി നോബൽ പ്രൈസ് ഇൻ ദി ഫീൽഡ് ഓഫ് എക്കണോമിക്സ്? എക്കണോമിക്സിന് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയത് ഏത് കൺട്രിക്കാണ്? USA ആണ്. വിച്ച് കൺട്രി ഗെയിൻസ് മോസ്റ്റ് ഓഫ് ദി നോബൽ പ്രൈസ് ഇൻ ദി ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചറിനോ? ഫ്രാൻസ് ആണ് കേട്ടോ. ലിറ്ററേച്ചറിന് എവിടെയാണ്? ഫ്രാൻസിലാണ് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയത്. ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ഓഫ് ഇന്ത്യ. ഹു വാസ് ദി ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ഫോർ പീസ് ഇൻ ഇന്ത്യ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് മദർ തെരേസയ്ക്കാണ് അല്ലേ? ആർക്കാണ്? മദർ തെരേസയ്ക്കാണ് ആദ്യമായിട്ട് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഇന്ത്യയിൽ കിട്ടിയത്. ആർക്കാണ്? മദർ തെരേസയ്ക്കാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് CV രാമൻ. സർ CV രാമൻ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ദി ഫീൽഡ് ഓഫ് ഫിസിക്സ് ഇൻ ഇയർ. അപ്പം CV രാമന് ഫിസിക്സിന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ 1930 ആണ്. 1930 CV രാമന് സയൻസിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഡാഷ് ഈസ് ദി ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ? എന്താണ് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഭാരതരത്നയാണ്. ഭാരതരത്ന അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ്? 1954. 1954. ഭാരതരത്ന അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1954 ആണ്. The recommendation for Bharat Ratna are made by ആരാണ്? പ്രസിഡൻസ് ആൻഡ് പ്രൈം മിനിസ്റ്ററാണ്. പ്രസിഡൻറ്റ് ആൻഡ് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഹു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അവാർഡഡ് വിത്ത് ഭാരത് രത്ന? ആരാണ് പ്രൈം മിനിസ്റ്റർ? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ഭാരത് രത്ന അവാർഡ് കിട്ടിയ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഹു വാസ് ദി ഫസ്റ്റ് വുമൺ ടു ബി അവാർഡഡ് വിത്ത് ഭാരതരത്ന? വുമൺ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് വുമൺ ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർഡ് ജോഷി സാമാൻ ഈസ് അവാർഡഡ് ഫോർ എന്തിനുള്ളതാണ്? റൈറ്റിങ്ങിനാണ്. റൈറ്റിങ്ങിനുള്ള അവാർഡാണ് ഷെയർഡ് ജോഷി സാമാൻ അവാർഡ് റൈറ്റിങ്ങിനാണ്. അതുപോലെ തന്നെ ഹു വാസ് അവാർഡഡ് ദി ഫസ്റ്റ് രാജീവ് ഗാന്ധി നാഷണൽ സദ്ഭാവന അവാർഡ്? ആർക്കായിരുന്നു ആദ്യത്തെ രാജീവ് ഗാന്ധി നാഷണൽ സദ്ഭാവന അവാർഡ് കിട്ടിയത്? മദർ തെരേസയ്ക്കാണ്. മദർ തെരേസയ്ക്കാണ് രാജീവ് ഗാന്ധി നാഷണൽ സദ്ഭാവന അവാർഡ് കിട്ടിയത്. Next question. The highest civilian award of India, Bharat Ratna, has been awarded only 2 foreigners so far. One of them is Nelson Mandela and the other is അപ്പം ആരാണ്? അബ്ദുൽ ഗാഫർ ഖാനാണ്. ക്വസ്റ്റ്യൻ അർത്ഥം മനസ്സിലായല്ലോ. ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്ന അവാർഡ് 2 പേർക്കാണ്, 2 ഫോറിനേഴ്സിനാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് നെൽസൺ മണ്ടേലയാണ്, മറ്റേത് ആരാണ്? അബ്ദുൽ ഗാഫർ ഖാനാണ്. അതുപോലെ തന്നെ വൺ ഹൂസ് നെയിം ഈസ് ദി ഹയസ്റ്റ് അവാർഡ് ഫോർ സർവീസ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് സിനിമ ഗീവ്സ്? ആർക്കാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അല്ലേ? ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലാണ് സിനിമ അവാർഡുകളൊക്കെ നമ്മൾ നൽകുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ദ ഫസ്റ്റ് ബ്ലാക്ക് അമേരിക്കൻ ടു വിൻ ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? ആരാണ്? ഫസ്റ്റ് ബ്ലാക്ക് അമേരിക്കൻ ആരാണ് നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്? ആർക്കാണ്? ടോണി മോറിസണിലാണ്. ടോണി മോറിസൺ ആണ്. ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് നെഹ്റു അവാർഡ് ആർക്കാണ്? യൂത്ത് ആൻഡാണ്. ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് നെഹ്റു അവാർഡ് സ്വീകരിച്ച ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? യൂത്ത് ആൻഡാണ്.
അതുപോലെ തന്നെ തസ്ലീം സാമൻ ഹാസ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഏത് ഗവൺമെൻറ്റാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്രയാണ്. ടു ഹും വാസ് ഭാരതരത്ന അവാർഡ് ഇൻ 1999. 1999 ഭാരതരത്ന അവാർഡ് കിട്ടിയത് ആർക്കാണ്? രവിശങ്കറിനാണ്. രവിശങ്കറിനാണ് 1999 ഭാരതരത്ന അവാർഡ് കിട്ടിയത്. വിച്ച് സ്റ്റേറ്റ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദി സരസ്വതി സമ്മാൻ അവാർഡ്? ഏത് സ്റ്റേറ്റാണ്? മധ്യപ്രദേശാണ്. സരസ്വതി സമ്മാൻ അവാർഡ് നൽകുന്ന സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ആർ ഗിവൺ ഫോർ എന്തിനാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു സയൻസ്. സയൻസിന് നൽകുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷനാണ് എന്ത് പുരസ്കാരം നൽകുന്നത്? ശാന്തി സ്വരൂപ് ഭട്നാഗർ. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ടതാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്. അതുപോലെ തന്നെ ഹു വോൺ ദി നോബൽ പ്രൈസ് ഫോർ ഇൻ 2014? 2014 നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയത് ആർക്കാണ്? പാട്രിക് മൊഡിയാനോ, ഫ്രാൻസാണ്. പാട്രിക് മൊഡിയാനോ ഫ്രാൻസാണ്. അപ്പോൾ 2014 ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? പാട്രിക് മൊഡിയാനോയാണ്. സ്ഥലം ഫ്രാൻസാണ്. അതുപോലെ തന്നെ വിച്ച് ഫിലിം വൺ 9 ഓസ്കാർ അവാർഡ് ഇൻ 1987? 1987 9 ഓസ്കാർ കിട്ടിയ സിനിമ ഏതാണ്? ദ ലാസ്റ്റ് എംപററാണ്. ഏതാണ്? ദ ലാസ്റ്റ് എംപററാണ്. അതുപോലെ തന്നെ ഇൻ 1901 നോബൽ പ്രൈസ് വാസ് നോട്ട് ഗിവൺ ഫോർ എന്തിനാണ്? എക്കണോമിക്സ് ആണ്. 1901 നോബൽ പ്രൈസ് കിട്ടാഞ്ഞത് എന്തിനാണ്? എക്കണോമിക്സിനാണ്. എക്കണോമിക്സിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓൺലി ഇന്ത്യൻ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ ആരാണ്? ഡോക്ടർ CV രാമനാണ്. അതുപോലെ തന്നെ ദ നോബൽ പീസ് പ്രൈസ് ഈസ് അവാർഡഡ് ഇൻ വിച്ച് സിറ്റി? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് സമ്മാനം നൽകുന്ന സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ലോയാണ്. അതുപോലെ തന്നെ ഇൻ വിച്ച് ഇയർ വാസ് പുലിസ്റ്റർ പ്രൈസ് എസ്റ്റാബ്ലിഷ്ഡ്? പുലിസ്റ്റർ പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1917, 1917 ആണ്. അതേപോലെ സരസ്വതി സമ്മാൻ ഈസ് ഗിവൺ ആനുവലി ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് എന്തിനാണ്? ലിറ്ററേച്ചറാണ്. അപ്പം ലിറ്ററേച്ചറിന് നൽകുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷനാണ് എന്ത്? സരസ്വതി സമ്മാനം. സരസ്വതി സമ്മാനം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിച്ച് ഈസ് ദി ഹയസ്റ്റ് ഗാലൻറ്ററി അവാർഡ് ഇൻ ഇന്ത്യ? ഏതാണ്? പരംവീർ ചക്രയാണ്. ഏതാണ്? പരംവീർ ചക്രയാണ്. ഹയസ്റ്റ് ഗാലൻറ്ററി അവാർഡ് ചോദിച്ചാൽ പരംവീർ ചക്രയാണ്. നേരത്തെ ഒന്ന് പറഞ്ഞു ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരതരത്നയാണ്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരതരത്നയും ഹയസ്റ്റ് ഗാലൻറ്ററി അവാർഡ് ചോദിച്ചാൽ പരംവീർ ചക്രയുമാണ്. ദ കെനീസ് അവാർഡ് ഈസ് ഗിവൺ ഫോർ എക്സലൻസ് ഇൻ വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡാണ്? ഫിലിമുമായി ബന്ധപ്പെട്ടാണ് കെനീസ് അവാർഡ്. അതുപോലെ തന്നെ BC റോയ് അവാർഡ് ഈസ് ഗിവൺ ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിസിൻ. BC റോയ് അവാർഡ് മെഡിസിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിച്ച് സ്റ്റേറ്റ്സ് ഈസ് മിവർ അവാർഡ്? മിവർ അവാർഡ് നൽകുന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ദ ജേർണലിസ്റ്റ് ഹ്യൂ റെഫ്യൂസ് ടു അക്സെപ്റ്റ് പത്മഭൂഷൺ. പത്മഭൂഷൺ നിരസിച്ച ജേർണലിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഖുശ്വന്ത് സിംഗ് ആണ്. ആരാണ്? ഖുശ്വന്ത് സിംഗ് ആണ്. ദ ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആരാണ്? വിശ്വനാഥ് ആനന്ദാണ്. ആരാണ്? വിശ്വനാഥ് ആനന്ദാണ്. ദ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ഫോർ ദി ഇയർ 2014 ഈസ് അവാർഡഡ്. എക്കണോമിക്സിന് 2014 നോബൽ പ്രൈസ് കിട്ടിയത് ജീൻ ടിറോളിക്കാണ്. 2014 എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതുപോലെ തന്നെ അർജുന അവാർഡ് ഈസ് ഗിവൺ ഫോർ. അർജുന അവാർഡ് എന്തിനാണ് നൽകുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഓഫ് സ്പോർട്സ്. അപ്പോൾ അർജുന അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡാണ് എന്ത്? അർജുന അവാർഡ്. അതുപോലെ തന്നെ ദ അർജുന അവാർഡ് വെയർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി ഇയർ 1961 ആണ്. അപ്പം അർജുന അവാർഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അർജുന അവാർഡ് സ്പോർട്സ് ആണ്. വർഷം 1961 ആണ്. The first Indian to receive Nobel Prize in Literature. ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസറാണത്. രവീന്ദ്രനാഥ ടാഗോറാണ്.
അതുപോലെ തന്നെ പുലിറ്റ്സർ പ്രൈസ് ഈസ് awarded for outstanding work in the field of എന്താണ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം ആണ്. ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം ആണ്. ഹു ഈസ് ദി ഫസ്റ്റ് ഏഷ്യൻ വിന്നർ ഓഫ് നോബൽ പ്രൈസ്? CV രാമനാണ്. ഹു ഗെറ്റ്സ് ദ്രോണാചാര്യ അവാർഡ്? ബെസ്റ്റ് കോച്ചാണ്. ബെസ്റ്റ് കോച്ചിനാണ് ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത്. അല്ലെങ്കിൽ ദ്രോണാചാര്യ അവാർഡ് ചെയ്യുന്ന ആരാണ്? ബെസ്റ്റ് കോച്ചാണ്. ദ ജ്ഞാനപീഠ് അവാർഡ് ഈസ് ദി ഹയസ്റ്റ് ഹോണർ അവാർഡ് ഇൻ എന്താണ്? ലിറ്ററേച്ചറാണ്. ജ്ഞാനപീഠ് അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹു വാസ് ദി ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ഭാരതീയ ജ്ഞാനപീഠ് അവാർഡ്? ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഭാരതീയ ജ്ഞാനപീഠ അവാർഡ് ജി ശങ്കരക്കുറുപ്പുമായി ആണ് ബന്ധപ്പെട്ടത്. ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഹു വാസ് ദി ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് മാഗ്സസൈ അവാർഡ്? ആരാണ്? വിനോബ ഭാവെയാണ്. ആദ്യത്തെ റെസിപ്പിയൻ്റ് ആരാണ്? വിനോബ ഭാവെയാണ്. വിച്ച് കൺട്രി റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ദാദാഭായ് നവറോജി അവാർഡ്? ഇന്ത്യയാണ്. ഹു ഹാസ് വൺ മാൻ ബുക്കർ പ്രൈസ് ഇൻ 2014? 2014 മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? റിച്ചാർഡ് ഫ്ലനാഗണിനാണ്. റിച്ചാർഡ് ഫ്ലനാഗണിനാണ്. ഹു ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ഏഷ്യ പസഫിക് എക്സലൻസ് അവാർഡ്? CMD കരുൺ കൗരയാണ്. അതുപോലെ തന്നെ മേഘനാഥ് സാഹ അവാർഡ് ഈസ് ഗിവൺ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് എന്താണ്? സയൻസാണ്.